ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഖുഷ്ബു ഇഡലിയാണ് കേട്ടോ. ഈ ഖുഷ്ബു ഇഡലി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, സാധാരണ നമ്മുടെ ഇഡലിയെക്കാട്ടിലും നല്ല വലിപ്പമാണ് ഈ ഇഡലിക്ക്. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലാണ് ഇത് സ്പെഷ്യൽ ഖുഷ്ബു ഇഡലി. അപ്പോൾ നമ്മൾ ഈ ഖുഷ്ബു ഇഡലി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഖുഷ്ബു ഇഡലി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് നമ്മുടെ ഇഡലി റൈസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഡലി റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരി ചേർത്ത് കൊടുത്താലും മതി. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇഡലി റൈസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇഡലി റൈസൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇഡലി റൈസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് നമ്മുടെ സാബുദാന അഥവാ ചൗവരിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് കുതിരാൻ വേണ്ടി ഒരു 4-5 മണിക്കൂർ കുതിരാൻ വേണ്ടി വയ്ക്കുക. മാക്സിമം നല്ലതുപോലെ കുതിർക്കാൻ വേണ്ടി വയ്ക്കുക. ഒരു 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വയ്ക്കാൻ വേണ്ടി നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ വെക്കണം കേട്ടോ. 4 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി വയ്ക്കുക. ഒരു ചൂടുവെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഞാനൊരു 6 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ നമ്മുടെ ചൗവരിയെല്ലാം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം ഉഴുന്നും അരിയും എല്ലാം നല്ലതുപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ നമ്മൾ മിക്സിയിലിട്ടാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളമോ ഐസോ ഇട്ട് അരയ്ക്കാൻ വേണ്ടി നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡലി കറക്റ്റായിട്ട് വരത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സി സാധാരണ വെള്ളം ഒഴിക്കുവാണെങ്കിൽ മാവ് നല്ലതുപോലെ ചൂടായിട്ട് വരും. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഇഡലി കറക്റ്റായിട്ട് വരത്തില്ല. അതിന് വേണ്ടിയാണ് നല്ല തണുത്ത വെള്ളവും ഐസോ ഇട്ട് അരയ്ക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നല്ല തണുത്ത വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ആദ്യമേ ഉഴുന്ന് നല്ലതുപോലെ അരച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത് അരിയാണ് കേട്ടോ അരയ്ക്കുന്നത്. അരി പകുതി എടുത്താണ് അരയ്ക്കുന്നത്. സാധാരണ മിക്സിയിലല്ല അരയ്ക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ ചൗവരിയും കൂടിയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മയത്തിൽ നല്ലതുപോലെ അരച്ചെടുക്കുക. തണുത്ത വെള്ളം ഒഴിച്ച് തന്നെ അരച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ഇട്ട് അരച്ചെടുത്താലും മതി. നല്ല സോഫ്റ്റായിട്ട് മാവിങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഐസൊക്കെ ഇട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ട് വരും. അതിനുശേഷം എന്താ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഫെർമെൻ്റ് ആകാൻ വേണ്ടി പെട്ടെന്നായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തവി വെച്ച് ഇതാക്കിയാലും മതി. ഫെർമെൻ്റ് ചെയ്യാൻ ഇച്ചിരി താമസമായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റാണ് വെച്ചിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇത് മാവ് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണെന്ന്. അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഉപ്പിട്ട് നമ്മൾ ഇഡലി ചുടാൻ വേണ്ടി പോവാണ്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ സാധാരണ കടകളിൽ കാണാറില്ലേ, ഇതുപോലെ തുണി ഇട്ടതിന് ശേഷം അതിൻ്റെ പൊക്കത്ത് മാവ് ഒഴിച്ചിട്ട് എടുക്കുന്നത്. ചെറിയൊരു നനവോടുകൂടി ഇതുപോലെ തുണി ഞാനിപ്പം ഇഡലി ചെമ്പല്ല, ഇടിയപ്പത്തിൻ്റെ ചെമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു തുണി എടുക്കും. തുണി ഇട്ട് കഴിയുമ്പം അതിനകത്തേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണിയിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടി പാടായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മാവ് കോരി ഒഴിച്ചതിന് ശേഷം ആവിയിൽ നമ്മൾ സാധാരണ ഇഡലി പുഴുങ്ങുന്ന പോലെ തന്നെ, എല്ലാവർക്കും അറിയാമല്ലോ, അതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാരണ ഇഡലി പുഴുങ്ങുന്ന പോലെ തന്നെ പുഴുങ്ങി നമ്മൾ ഇഡലി എടുക്കുക. ഇത് നമ്മുടെ സാധാരണ ഇഡലി പോലെയല്ല. ഇത് വെന്ത് വരുന്ന സമയത്ത് നല്ല ഇങ്ങനെ പൊന്തി നമ്മുടെ സാധാരണ ഇഡലിയെക്കാട്ടിലും നല്ല വലിപ്പത്തിൽ ഈ ഇഡലി ഇരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഇഡലി നല്ലപോലെ പൊന്തി വരും. അതുകൊണ്ടാണ് ഇതിന് ഖുഷ്ബു ഇഡലി എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരെന്താ വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിന് ഖുഷ്ബു ഇഡലി എന്നാണ്. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. സാധാരണ ഇതിന് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് മല്ലിപ്പൂ ഇഡലി എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മുടെ സാധാരണ ഇഡലിയെക്കാട്ടും ഡബിൾ സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ഇപ്പോൾ ചൗവരി എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് ചൗവരിയും കൂടിയിട്ടൊന്ന് തയ്യാറാക്കി നോക്കിക്കോ. നല്ല സോഫ്റ്റ് ആയിരിക്കും, ഞാൻ ഗ്യാരണ്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ്സൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന എന്താ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.